അവസരങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ വിധി നൽകുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്. ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെയും ജീവിക്കാം. എത്രയോ ആളുകൾ വിവിധ തരപ്രയാസങ്ങൾ നിമിത്തം ഹോസ്പിറ്റലുകളിൽ എത്രയോ ദൈന്യതയോടെ സമയം ചെലവഴിക്കുന്നു. ജുമുഅയ്ക്ക് എത്താൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ്. റമളാനിൻ്റെ അനുഗ്രഹം സംതൃപ്തമായി അനുഭവിക്കാൻ യോഗമില്ലാതെ പോകുന്ന ആളുകളും അത് നമ്മുടെ മുൻപിൽ കാണുമ്പോഴാണ് വെള്ളിയാഴ്ചയും ജുമുഅയും റമളാനിലെ ഈ അനുഗ്രഹീത സമയവുമൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ ഒരവസരമാണെന്നും അതിൽ നമുക്ക് സംതൃപ്തിയുണ്ട് എന്നും നമ്മുടെ മനസ്സുകൊണ്ട് നാം ബോധ്യം വരേണ്ടതാണ് എന്ന് ആദ്യമായി ഉണർത്തുന്നു. ഇസ്ലാം ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ അഭിമാനവും സ്വാതന്ത്ര്യവും. ഒരുപാട് കനൽ വഴികളിലൂടെ താണ്ടിക്കടന്നാണ് 15 നൂറ്റാണ്ടിപ്പുറം കോടിക്കണക്കിന് ജനങ്ങൾ ഏറ്റെടുക്കുകയും പ്രാവർത്തികവുമാക്കിയ ഒരു മഹാജീവിത രീതി എന്ന നിലയിൽ ഇസ്ലാം ലോകത്ത് സുപരിചിതമായത്. ഇതിൻ്റെ തുടക്കവും വളർച്ചയും യാത്രയും വിവരണാതീതമാണ്. ത്യാഗനിർഭരമായ ആത്മാർത്ഥതയോടെ ജീവിതത്തെ സമർപ്പിച്ച എന്തും ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിച്ച, മുഴുവനും ത്യജിക്കാൻ അള്ളാഹുവിൻ്റെ മുൻപിൽ ശപഥം ചെയ്യുകയും ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്ത നല്ലവരായ നമ്മുടെ പൂർവികർ, അവരാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വെളിച്ചം നമ്മളിൽ എത്തിച്ചു തന്നത്. നമ്മളത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ദുരിതപൂർണമായ സാഹചര്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബദറുൽ കുബ്രയാണ്. ഏറ്റവും വലിയ യുദ്ധവും അതുതന്നെയാണ്. 317 പേരുണ്ടായിരുന്നു അവർ. അവരെ വിവരിക്കുന്ന ചില വാക്കുകളുണ്ട്. അവർ മണലാരുണ്യത്തിലാണ് സഞ്ചരിക്കുന്നത്. മദീനയിൽ നിന്ന് 180 താഴെ കിലോമീറ്റർ ദൂരം ഒരു താഴ്വരയാണത്. ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും ചെറിയ ചെറിയ കുന്നുകളും, താഴെ ഒരു താഴ്വര. അപ്പോൾ മറുഭാഗത്ത് ഒരു കോട്ട പോലെയാണ് അതിൻ്റെ മതിൽ നിൽക്കുന്നത്, അഥവാ പാറക്കെട്ടുകൾ. അപ്പം ഈ സഹാബികളെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ 3 വാക്കുകളുണ്ട്. അത് 17-ാം രാവിന് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുകയും കിറ്റുമായി പോയി വാങ്ങാൻ പോവുകയും ചെയ്യുന്ന നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. ബദരീങ്ങളുടെ ചോറിന് വേണ്ടി. അപ്പം അസ്ഹാബുൽ ബദരീങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ 3 വാക്കുകളുണ്ട്. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഷ്ബിഉ. അല്ലാഹുവേ, വിശന്നിട്ട് ആ വിശപ്പടക്കാൻ ഒരു നിവർത്തിയുമില്ലാതെ, പട്ടിണികളിൽ തുടർന്ന് നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യമില്ലാതെ, വയറൊട്ടി ആരോഗ്യം ക്ഷയിച്ച, വിശപ്പിൻ്റെ കാഠിന്യം അനുഭവിക്കുന്നവരാണ് എന്നോടൊപ്പമുള്ള ഈ സഹാബികൾ. എന്ത് വിപരീതമാണ് നമ്മുടെ ചിന്ത. അല്ലാഹുവേ, ഇന്നഹും ഹുഫാത്തുൻ,
ഇവർക്ക് ചെരിപ്പുകളില്ല. നമുക്ക് ചെരിപ്പ് വയ്ക്കാൻ ഒരു സ്റ്റാൻഡ് നിറഞ്ഞു, 2 കഴിഞ്ഞു, 4ാമത് പണിയാണ്. അത്രയധികം വൈവിധ്യം നിറഞ്ഞ പാദരക്ഷകൾ, അതും ബ്രാൻഡഡ് വാങ്ങി, അതെന്തെങ്കിലും ആകട്ടെ, ഉപയോഗിക്കുന്നു. അസ്ഹാബുൽ ബദരീങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ മുസ്ലിം ലോകത്തിൻ്റെ മുൻപിൽ പറഞ്ഞു, ഇവർക്കതില്ല. വാഹനമില്ലാത്തവരാണ്. ചില ഇമാമുകൾ അതിന് നൽകിയ അർത്ഥം അതാണ്. കാൽനടയായിട്ടാണ് സഞ്ചരിച്ചത്. കാലിൻ്റെ അടിയിലെ വെള്ള ചുട്ടുപഴുത്ത മണലിലൂടെ നടക്കുമ്പോൾ പൊള്ളിയിട്ട് കൊമളമാവും. പിന്നെ നടക്കുമ്പോൾ ആ കൊമളം പൊട്ടും, മണലാണ് കയറുന്നത്. എന്നിട്ട് തുണിയുടെ ശീല കൊണ്ട് കാലിൻ്റെ പള്ളകൾ വരിഞ്ഞു മുറുക്കി കെട്ടും, എന്നിട്ടാണ് നടക്കുന്നത്. അവരാണ് എൻ്റെ കൂടെയുള്ളത്. അവർ വാഹനമില്ലാത്തവരാണ്, ചെരിപ്പുകളില്ലാത്തവരാണ്, വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉമ്മത്തു, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ അബദൻ. ഈ ഒരു ചെറു സംഘത്തെ ഇവിടെ നീ നശിപ്പിച്ചാൽ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വ്യതിരിക്തതയുള്ള ഒരു മുസ്ലിം ഉമ്മ ലോകത്ത് പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. അത് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ച സമയവും രീതിയും ഹൃദയഭേദകമാണ്. ബദറിൻ്റെ താഴ്വരയിൽ മണ്ണിൽ കമിഴ്ന്ന് കിടന്ന്, സുജൂദിൽ കിടന്നാണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. നമ്മളൊരു ആഘോഷമാക്കി മതത്തെ. ദീനിൻ്റെ ത്യാഗങ്ങൾ ഭക്ഷണ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആഘോഷമാക്കി. എത്ര ദയനീയമായി നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അതോർക്കാൻ വേണ്ടിയാണ്. അത്ര എളുപ്പമൊന്നുമല്ല. ഖുർആൻ 317 അല്ലെങ്കിൽ അതിൽ താഴെയോ 307 പേര് നേർക്ക് നേരെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 313 പേരാണ് എന്ന അഭിപ്രായം. എന്തായാലും മുഴുവൻ സഹാബികളും അസ്ഹാബുൽ ബദരിയീൻ എന്ന ഏറ്റവും ഉന്നതമായ നാമം ലഭിച്ചവരാണ്. അവരെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടത്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർ അവരുടെ ജീവിതത്തിൽ തൃപ്തി അനുഭവിച്ചവരായി. അവരിൽ സിംഹഭാഗവും മക്ക വിട്ടു വന്നവരാണ്, വെറും കയ്യോടെ. അവർ കിടന്നത് മദീന പള്ളിയുടെ ഒരു കോലായിലാണ്. അതിന് സുഫത്ത് എന്നാണ് പറയുക. അത് ജീവിതത്തോടും അടുപ്പ് വന്നിട്ടല്ല, ജീവിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് പള്ളിയുടെ കോലായിൽ കിടന്നതാണ്. അതും പിന്നെ ഒരു പ്രസ്ഥാനാക്കി, സുഫത്തിൻ്റെ അഖിലുകാരെന്ന് പറഞ്ഞു. ജീവപരിത്യാഗം ചെയ്യുന്നവർ എന്നൊക്കെ പേരിലാണ്. കുളിക്കുകയുമില്ല, അലക്കുകയുമില്ല, വൃത്തിയുണ്ടാകാതെ ജടയും മുടിയൊക്കെ വളർത്തി സൂഫികളാണെന്ന് പറഞ്ഞു നടക്കും. അതൊരാഘോഷമായ രൂപീകരണം. ഈ ബദർ യുദ്ധം നടന്നത് ബദർ മാലയും ബദർ മൗലൂദും നടത്തുന്നത് പോലെ. ഈ സഹാബികൾ പള്ളിയുടെ വരാന്തയിൽ, അവരെപ്പോഴെങ്കിലും പള്ളിയുടെ വരാന്ത വിട്ടിട്ട് ജീവിത സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് തേടിപ്പോയോ? ഇല്ല. 90% സഹാബികളും ആ വരാന്തയിൽ ജീവിച്ച് അവിടെ തന്നെ മരിച്ചു. ചെറിയ കാര്യമൊന്നുമല്ല അത്. അതൊക്കെ ഓർക്കാൻ പോലും നമുക്ക് നമ്മുടെ വീട് സാധ്യമല്ലാതായി. മുറ്റത്തിറങ്ങിയെന്ന് വേണം ഓർക്കാൻ.
അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മദീന പള്ളിയുടെ വെളിയിൽ മുറ്റത്തിറങ്ങി എന്നിട്ടൊരു സഹാബി ആയത്തോതി. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വല്ലാത്ത വിഷയമാണത്. വമിൻഹും ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. നമ്മൾ ആരാണിപ്പോൾ ഇവിടെയുള്ളത്? നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്തത് ജീവിതത്തിൻ്റെ സമർപ്പണം വഴി നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് പോയി. ബാക്കിയുള്ളവർ ബദറും യുഹദൊക്കെ നടന്നതിനെ കുറിച്ചാണ്. ബാക്കിയുള്ളവർ അത്തരം ഒരു അവസരം കാത്തിരിക്കുകയാണ്. ഒന്നുകിൽ ദീനിന് വേണ്ടി ജീവിച്ച് അതിന് തന്നെ അടരാടി അതിൽ ഷഹീദാവുക, അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുക, കാത്തിരിക്കുക. വമാ ബദ്ദലൂ തബ്ദീല. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു വഴി അവർക്കില്ല. നമ്മളിൽ ആരാണ് ഇതിന് യോഗ്യരായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് തൊട്ടടുത്ത ആഴ്ച മുസ്ലിം പള്ളികളിലൊക്കെ വലിയ ആഘോഷമാണ്. ഒരു ദിവസമെങ്കിലും ഒന്ന് ആലോചിക്കാൻ, യുദ്ധത്തിൻ്റെ 2ാം നാൾ മുഅ്ജിസത്ത് എന്താണ് എന്ന് അവരറിയുകയാണ്. അവരറിയുന്നത് രംഗാണ്. അതേ സഹാബികളാണ് ഹറമിൽ കഅബയുടെ തണലിൽ കൊടുങ്കൈ കുത്തി ഒരു സൈഡിൽ ചെരിഞ്ഞു കിടക്കുന്ന റസൂലുള്ളയുടെ ചുറ്റും വന്നിട്ട് അടക്കാൻ കഴിയാത്ത സങ്കടം അണപൊട്ടി ഒഴുകുന്ന ദീർഘശ്വാസം. അത് കേട്ടിട്ട് നബി എഴുന്നേറ്റിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇനിയും അള്ളാഹു നമ്മളെ സഹായിക്കില്ലേ? അപ്പോൾ റസൂലുള്ള വളരെ ശാന്തമായിട്ടാണ് മറുപടി പറഞ്ഞത്, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് വളരെ വലുതാണ്. അള്ളാഹു അവൻ്റെ ദാസന്മാരെ ഏറ്റെടുക്കുകയും സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ പൂർവികർ തലവരെയും മൂടുന്ന വലിയ കുഴികളുണ്ടാക്കി അതിൽ കുഴിച്ചിട്ടിട്ട് കഴുത്തുവരെയും മണ്ണിട്ടിട്ട് 100 കണക്കിന് ആളുകളെ ഇങ്ങനെ നിർത്തും. കഴുകൻ വന്ന് കൊത്തി കൊത്തി അതിനെ ദയനീയമായി ക്രൂരമായി കൊല്ലും. മറ്റു ചിലരെ ഈർച്ചവാൾ ഉപയോഗിച്ചാണ് മാംസം എല്ലിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക ജീവനോടെ. അതിനുവരെയും സാക്ഷികളായി സഹാബികൾ. 2 ഒട്ടകത്തെ 2 വശത്തേക്ക് നിർത്തി. എന്നിട്ടൊരു സഹാബിയെ തലകീഴായിട്ട് 2 ഒട്ടകത്തിൻ്റെ തലയിലേക്ക് കെട്ടി. പുരുഷാരം വലിയ ആർപ്പ് വിളിയോടെ ശബ്ദമുണ്ടാക്കി. ഒട്ടകം ബഹിളി പിടിച്ചോടി. അപ്പൊ തലകീഴായി തൂക്കിയിട്ട ആള് 2ആയി പിളർന്നിങ്ങനെ മരിക്കുന്നതും കണ്ടവരാണ് ഈ സഹാബികൾ. അവരാണ് ചോദിച്ചത്, ഇനി എന്താ മത്താ നസ്റുല്ലാഹ്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന നസ്റല്ലാഹി ഖരീബ്. തൊട്ടടുത്ത്. ക്ഷമിക്കുക. അള്ളാഹുവിൻ്റെ സഹായം വരുന്നത് കാത്തിരിക്കാൻ തൊട്ടടുത്താണ്. നിങ്ങളെന്തിന് നിരാശപ്പെടണം? പടച്ചവൻ നമ്മെ ഏറ്റെടുക്കുന്നു. 2ാം ദിവസമാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു ബദറിൽ തൻ്റെ വാൾ ഒടിഞ്ഞുപോയി. പിന്നെ വേറൊന്ന് കയ്യിലില്ല. ശത്രുവുമായി ഏറ്റുമുട്ടുന്ന സമയത്തിലാണ്. ആവലാതിപ്പെട്ടു, എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും? രക്തസാക്ഷിത്വത്തിന് അപ്പുറം ഒന്നും തേടാതെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ. ഒന്നും വേണ്ട അവർക്ക് ദുനിയാവിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഒരു പനയുടെ മടല അവിടെ കിടന്നത് എടുത്തു കൊടുത്തു. വലിയ അത്ഭുതങ്ങളാണ്. അത് വാളായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അത് വാളായി.
പിന്നെ ആ സഹാബിയുടെ ഉക്കാഷയുടെ മരണകാലം വരെയും ആ വാള് സൂക്ഷിച്ചിരുന്നു. ബദറിന് സാക്ഷ്യം വഹിച്ച വാള്. നബിയുടെ വാക്ക് വിശ്വസിച്ചവരാണ്. ഇപ്പോഴല്ലാഹുവിൻ്റെ സഹായം. പടച്ചവനത് പറഞ്ഞല്ലോ ഖുർആനിൽ, നിങ്ങൾ കാണാത്തൊരു സൈന്യവ്യൂഹത്തെ ഞാൻ അയച്ചു, അവരാണ് നിങ്ങളെ സഹായിക്കുന്നതിന് ചുമതലപ്പെടുത്തിയത്. അവരെ 70 ശിഷ്ടം പ്രമുഖരും ഇസ്ലാമിൻ്റെ ശത്രു നേതാക്കളും നായകരൊക്കെയാണ് ഖലീബ് ബദറിലേക്ക് വലിച്ചെറിഞ്ഞത് എല്ലാത്തിനെയും. അപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർക്ക് തെളിവ് അവിടെ ബദർ കണ്ടതാണ് ഈ പറയണേ. അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഹല്ലാ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് സത്യമാണെന്ന് ഇപ്പോൾ അനുഭവമായില്ലേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, മരിച്ചവരെ വിളിച്ച് തേടാന്ന്. മുശ്രിക്കുകൾ ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ. അവരോട് നബി വളരെ പരിഹാസ്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്. അതാണ് ഖബറിൻ്റെ അടുത്ത് പോയി മൊയ്ലിയാർ ദുആ ചെയ്യും, ഖബറാളി കേൾക്കുമെന്നും പറഞ്ഞു. കാരണം ബദറിൽ മുശ്രിക്കുകൾ കേട്ടല്ലോ, ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദത്തം പുലർന്നത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് തീക്കനലിലൂടെ ചവിട്ടി നടന്ന് പൊള്ളലേറ്റ് ഏതാണ്ട് 100 കണക്കിന് സഹാബികളുടെ ചോരയും നീരും ഒക്കെ നൽകി, സമ്പത്തുകൾ നൽകി റസൂലുള്ളയോടൊപ്പം ജീവിതത്തിൽ ഉറച്ചു നിന്ന, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ച ഒരു പറ്റം സഹാബികൾ സ്മരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് റമളാൻ. അതിനൊരു കാരണമുണ്ട്. ഖുർആൻ എന്നാണ് അവതരിച്ചത്? ഇത് റമളാനിലെ ഏത് ദിവസം എന്നതാണ്. യൗമൽ തക്കൽ ജംആൻ. ഹാഫിള് സുയൂത്തിയൊക്കെ അലൈഹിർ റഹ്മ, അദ്ദേഹമൊക്കെ ഇത്തിഖാനിൽ വിവരിച്ചിട്ടുള്ളത് ബദറിൻ്റെ ദിവസം എന്നാണ്. ബദറിൻ്റെ ദിവസം ഫുർഖാനിൻ്റെ ദിവസമായിരുന്നു. അത് സത്യാസത്യം വേർതിടും. ഖുർആൻ ഫുർഖാനാണ്. അപ്പോൾ റമളാൻ 17-നാകുന്നു എന്ന് അഭിപ്രായപ്പെട്ട ഇമാമുകൾ. അതാണ് ബദർ യുദ്ധം നടന്ന ദിവസം. അപ്പം അത് സ്മരിക്കുന്ന ഒരു സന്ദർഭം. കുറച്ചെങ്കിലും ദീൻ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുക, അതാണ് പറയാനുള്ളത്. 2, റമളാൻ ലോക മുസ്ലിമുകൾക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. സൂറത്തു തൗബയിലെ ഒരായത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത്ത് വയുഅ്തൂന അസ്സകാത്ത് വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. ഒരുപാട് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും വിവരിച്ച ഒരായത്താണ്. വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ അവർ അന്യോന്യം ഉറ്റ സ്നേഹം നിലനിർത്തുന്നവരാണ്. റമളാനിൽ ഏറ്റവും പുണ്യം നിറഞ്ഞത് എന്താണ്? ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പുറകോട്ട് പോകും, മടിയാവും. ആദ്യത്തെ 10 ദിവസം വന്ന അത്രയും തിരക്ക് പള്ളികളിൽ, കേരളത്തിലൊരു പള്ളിയിലും 11-ാമത്തെ ദിവസം ഉണ്ടാവില്ല. പിന്നെ 30 ആകുമ്പോൾ ചെറിയൊരു ബോർഡ് വയ്ക്കും, നാളെ മുതൽ ഇവിടെ 5 നേരം നമസ്കാരം ഉണ്ടെന്ന്. കാരണം ആരും വരണ്ട പള്ളിയിലേക്ക്. റമളാനിൻ്റെ ആവേശം ഏറ്റവും വലുത് ലൈലത്തുൽ ഖദറാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കും. ആ ലൈലത്തുൽ ഖദർ എന്നേക്കുമായി നഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. അതെന്താ കാരണം? അത് എത്ര തലകുത്തി പറഞ്ഞിട്ട് എഴുത്തിക്കാഫ് പള്ളിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. പിണക്കമാണ് വിഷയം. ആർക്കിടയിൽ പിണക്കം? അത് ഇസ്ലാമിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ ആവർത്തിച്ച് ഭീതിപ്പെടുത്തിയ ചില വാക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞെട്ടലുള്ള വാക്ക്. ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചിട്ട് അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയുണ്ടാവും?
സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, മൻ ലാ ദിർഹമ വലാ മത്താ, ജീവിക്കാൻ ഒന്നുമില്ല, ഒരു പൈസ പോലും ഇല്ലാത്ത ആളാണ് കൈ വലഞ്ഞവൻ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, കൈ വലഞ്ഞതാവനൊന്നും അല്ല, ഒരുപാട് നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും. പക്ഷേ അയാൾ ഇന്ന ആളുമായിട്ടുള്ള ഏഷണി, പരദൂഷണം, കളവ്, ശത്രുത, ഇതിനൊക്കെ ഇത് പകരം വച്ചാൽ ഇവൻ്റെ ഈ കർമ്മമൊന്നും പോരാതെ വരും. അപ്പം അവരുടെ തിന്മ ഇവനിലേക്ക് ചേർക്കും, എന്നിട്ട് ഇവൻ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ഒരു ഹദീസാണ്. സ്വന്തം മാതാപിതാക്കൾ, ജീവിതത്തിൽ ഏറ്റവും അടുത്ത ബന്ധം ആരോടാണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അടുത്ത ബന്ധം ആരോടാണ്? എന്താ അത് പറയാന്ന് എനിക്കറിയില്ല. 21 നൂറ്റാണ്ടിൻ്റെ കാലപ്പഴക്കമുള്ളൊരു പഠനമാണ് മനുഷ്യരുടെ മനഃശാസ്ത്രം. അത് ഏതെങ്കിലും ഒരു രാജ്യത്തൊരു ഭാഷയിൽ നടന്നതല്ല. അത് മനുഷ്യരാശി ഉടലെടുത്ത കാലം മുതൽ അവരുടെ വളർച്ചയോടൊപ്പം സഞ്ചരിച്ച ഒരു പഠനശാഖയാണത്. പല പേരുകളാകാം പല ഭാഗത്തും. അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ, ബാബു മഅരിഫത്തിൽ കുബ്ര, 10 കിതാബിലെ 2ാമത്തെ കിതാബ്, അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഈ മനഃശാസ്ത്രം പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമുക്ക് 10 കിതാബ് എന്ന് കേൾക്കുമ്പം എന്താന്ന് ചോദിക്കും. അത് ഞാൻ ഓതിയിട്ടുണ്ടെന്നും പറയും, എന്തെന്നാന്ന് പഠിച്ചവന് മാത്രം അറിയാം. ഞാൻ സൂചിപ്പിച്ചത്, ഒരു മനുഷ്യൻ, അവനിൽ എത്ര ലക്ഷം എന്താ ഉള്ളത്, ഈ അവൻ്റെ ഒരു ശരീരഘടന രൂപപ്പെടുന്നതിന് വേണ്ട സെല്ലുകളുണ്ട്. പകുതി വാപ്പാടെയും പകുതി ഉമ്മാടെയാണ്. ഇത് രണ്ടും സന്തുലിതമായി നിന്നാൽ അവനിൽ ആരോഗ്യം ഉണ്ടാവും. അതിനൊരല്പ അകലം വന്നാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ അകൽച്ച അവൻ അനുഭവിക്കും. എന്ന് പറഞ്ഞാൽ അനാരോഗ്യം, രോഗങ്ങളുടെ കാരണം പറഞ്ഞതാണ് അന്ന്. ഇതാരെഴുതിയ കിതാബാന്ന് നമുക്കറിയില്ലെന്ന്. ഏറ്റവും അടുത്ത ബന്ധം ഭാര്യയാണ്. പക്ഷേ മുസ്ലിംകൾ പറയുന്നത് 3 വാക്കിൻ്റെ ബന്ധമുള്ളൂ എന്നാണ്. മറ്റതെല്ലാം കടമയല്ല, നിയമപരമായ ഉത്തരവാദിത്വവും ചുമതലയാണ്. വാപ്പയും ഉമ്മയും സഹോദരനും സഹോദരിയും. അതിൻ്റെ ശിക്ഷ വളരെ വലുതാണ്. ഒരു മനുഷ്യൻ തൻ്റെ ഉമ്മയോട് അനാവശ്യമായി കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ അവൻ ചെയ്ത എല്ലാ അമലും നഷ്ടപ്പെട്ടു. അതല്ലേ ഉണ്ടാകുന്ന അവസ്ഥ. സ്വന്തം വാപ്പയോട് അത്ര വലുതാണ്. പക്ഷെ അതിലും അപ്പുറമാണ് ഭാര്യ. എന്താ കാരണം? ഒരു മറയുമില്ലാതെ, എന്ന് പറഞ്ഞാൽ ഒരു മറയുമില്ല, പൂർണ്ണമായും ഒന്നായിത്തീരുന്ന ബന്ധം ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹാനന്തരം അലി പറഞ്ഞൊരു വാക്കുണ്ട്, വബിന്തു മുഹമ്മദിൻ ഇർസി വസക്കനി മശൂബുൽ ലഹ്മുഹാ ബിദമി വലഹ്മി. വബിന്തു മുഹമ്മദിൻ ഇർസി വസക്കനി, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ എൻ്റെ ഭാര്യയാണ്, എനിക്ക് ശാന്തിയും സമാധാനവും അവളാണ്. അവളുടെ രക്തവും മജ്ജയും മാംസവും എൻ്റെ മജ്ജയും മാംസവുമായി ഇടകലർന്നുപോയി, എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒഴുകുകയാണ്. വസിബിത്തൈ അഹ്മദ വലതായ മിന്ന, മുആവിയോട് പറയണ വാക്കാണ്. ഇബ്നു കസീറിൻ്റെ ബിദായയിൽ ഉദ്ധരിക്കുന്ന ഈ വാക്ക്. നബിയുടെ 2 പേരക്കുട്ടികളുണ്ട്, അത് ഹസനും ഹുസൈനുമാണ്. ഏതവസരത്തിലും അവർക്ക് സ്ഥാനം. നബി ഖുത്ബ നടത്തുകയായിരിക്കും, അല്ലെങ്കിൽ നബി നമസ്കരിക്കുകയായിരിക്കും. അപ്പോൾ ഈ 2 പേരക്കുട്ടികളും ഉണ്ടാവും. നമുക്ക് പിള്ളേർ പള്ളിയിൽ ഒച്ചയെടുക്കുകയോ ഓടുകയോ ചാടുകയോ ചെയ്യുമ്പോൾ എന്ത് വിഷമമാണ്. അവർ പറയണ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമെന്നാണ്. എന്ത് താരാന്ന് എനിക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിന് നഷ്ടപ്പെടാത്തത് എന്തെന്നാ എൻ്റെ ഉമ്മത്തുകൾക്ക് നഷ്ടപ്പെടാനുള്ളത്?
നബി രണ്ടുപേരെയും എടുക്കും, രണ്ടുപേരെയും രണ്ട് തോളത്തിരുത്തും. ചിലരെ കഴുത്തിൻ്റെ പുറകിൽ നിന്നിടും. റുക്കോഴ് ചെയ്യുമ്പോൾ താഴെ വീഴാതിരിക്കാൻ പിടിക്കും. ആ രൂപത്തിലെ കുനിയുള്ളൂ. കാരണം നബിയുടെ കാലത്ത് ഈ ഫിഖ്ഹിൻ്റെ കിതാബില്ലായിരുന്നു. അല്ലെങ്കിൽ അത്രയും കുനിഞ്ഞാൽ പോരാന്ന് പഠിപ്പിക്കൂലേ നമ്മൾ. സുജൂദ് ചെയ്യുമ്പോൾ ഈ മക്കളെ താഴെ ഇരുത്തും, എന്നിട്ട് സുജൂദ് ചെയ്യും. എഴുന്നേറ്റ് വരുമ്പോൾ അവരെ എടുത്ത് തലയിൽ വെച്ച് അല്ലെങ്കിൽ തോളത്ത് വച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. ഒരു ഭംഗവും ഇല്ല അവിടെ. കാരണം പേരക്കുട്ടികളാണ്, ഹസനും ഹുസൈനുമാണ്. ഖുത്ബ നിർവഹിക്കുമ്പോൾ ഈ പേരക്കുട്ടികൾ കയറി വരും. നബി ഇറങ്ങിച്ചെന്ന് എടുക്കും, എന്നിട്ട് തന്നോടൊപ്പം നിർത്തും, എന്നിട്ട് ഖുത്ബ തുടരും. ഒരാൾക്കും ആക്ഷേപമില്ല. പിള്ളേരെയൊക്കെ വീട്ടിലിരുത്തേണ്ടതെന്ന് പറ്റി ആരെങ്കിലും ചോദിക്കുമെന്ന്. കാരണം നബിയാണ് ഈ ദീൻ പഠിപ്പിക്കുന്നത്. അതും അധികാരവും സ്വത്തും ലെറ്റർ പേഡും സീലും പ്രസിഡന്റും സെക്രട്ടറി ആകാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല കഴുത്തിൻ്റെ ഭാഗത്ത് മുറിച്ചെടുത്ത് താലത്തിൽ വച്ച് യസീദിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട്. അത് റമദാനിലോ അല്ലെങ്കിൽ മുഹറമിലോ ആണ്. അപ്പോൾ തീക്കൊള്ളി അകത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടാണ് ആ ചുണ്ടിൽ കുത്തുന്നത്. ഒരു വയോവൃദ്ധൻ അവിടെ വച്ച് പറയുന്ന വാക്കുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അദ്ദേഹം ബോധം കെട്ട് വീണു. അത്ര ക്രൂരമായും ഇടപെട്ടു ആളുകൾ. അതല്ല നമ്മുടെ വിഷയം. കുടുംബ ബന്ധമാണ് ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, മക്കൾ അവരൊന്നാകും. ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം, അള്ളാഹു ഒരു മനുഷ്യൻ്റെ കൂടെ രണ്ട് സമയത്ത് മലക്കുകളെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ഒരു ഖുത്ബയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇന്ന ഖുർആനിൽ ഫജ്രി കാന മഷ്ഹൂദ. രാവിലെയുള്ള ഖുർആൻ പാരായണമല്ലേ സുബഹിയിൽ, അത് മലക്കുകളുടെ സാക്ഷീകരണം ഉണ്ടെന്നാണ് പറഞ്ഞത്. പകൽ ഏൽപ്പിക്കപ്പെടുന്ന മലക്കുകൾ അവൻ്റെ അടുത്ത് വരുന്നത് സുബഹിയുടെ സമയമാണ്. രാത്രി ഏൽപ്പിക്കപ്പെടുന്ന മലക്കുകൾ അവനിൽ നിന്ന് വേർപിരിയുന്നത് സുബഹിയുടെ സമയമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ്റെ ഇബാദത്തുകൾ തുറന്നു കാണിക്കും. അപ്പോൾ പടച്ചവൻ പറയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അത് തടയപ്പെടുന്നു. അവൻ ഇന്ന ആളുകളുമായി ശത്രുതയാണ്, പിണക്കാണ്. 3 ദിവസം സമയം കൊടുക്കാം. ആഴ്ചയിലാണ് ഇത്. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും. ഇതിനിടയിൽ അവൻ നന്നാകുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ആ അമല് തന്നെ കളഞ്ഞേക്കുക, അവനെയും കളയുക, അവൻ്റെ പ്രവൃത്തികളെയും കളയുക. പിന്നെ നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നേ? ഒരു സന്തോഷകരമായ അടുപ്പവും ബന്ധവും ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ പള്ളിയിലും പട്ടമൊക്കെ ആയിട്ട് നമ്മൾ നടക്കണേ? എന്തിനാ? ഒരു വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? മുസ്ലിംകളെ ഒന്നിപ്പിക്കുന്നുണ്ട്, സാഹോദര്യത്തിൽ അടുപ്പിക്കുന്നുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാൻ അവനെ പ്രാപ്തമാക്കുന്നു. 2 കാര്യം ചോദിക്കാനല്ലേ പറഞ്ഞത്? നമ്മുടെ ദുആയിലെ ഏറ്റവും വലിയ പഠനം അതല്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു വിട്ടുവീഴ്ച. അത് ഞാൻ ചെയ്യൂല, നീ ചെയ്യണം. കാരണം ഞാൻ ആരാണെന്നറിയാമെന്നുള്ളൊരു അഹങ്കാരത്തിലാണ് നമ്മളുള്ളത്. ഞാൻ വിട്ടുവീഴ്ച ചെയ്യും, നീയും എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം. ഞാൻ വാശിയും വൈരാഗ്യം ഒഴിവാക്കും, ഞാൻ ചെറുതാവും. അങ്ങനെ ചെറുതാകാൻ നമ്മൾ പഠിക്കണ്ടേ? ഭാര്യയുടെ മുൻപിൽ ഭർത്താവ് ചെറുതാകണം, ഭർത്താവിൻ്റെ മുൻപിൽ ഭാര്യ ചെറുതാകണം. ഒരുപാട് സംഭവമുണ്ട്, പറയാൻ എല്ലാ സമയമൊന്നുമില്ല. സഹോദരൻ്റെ മുൻപിൽ സഹോദരി, കൊച്ചാപ്പ മുത്താപ്പന്മാരുടെ മുൻപിൽ മക്കൾ. അവരങ്ങനെ ചെറുതാകുമ്പോഴാണ് അവർക്ക് വലുതാകാൻ പറ്റും. അവർ വിട്ടുവീഴ്ചയ്ക്ക് അവകാശികളായി വരും, അവർ അഫ്വിന് യോഗ്യരായി വരും. വൽ ആഫിയ, ആരോഗ്യവും നൽകണമേ, സൗഖ്യം. ഇതാണ് നമ്മുടെ ദുആ. അപ്പോൾ കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള ഒരു വെള്ളിയാഴ്ചയാണ് റമദാനിലെ 2ാമത്തെ ജുമുഅ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ ഭദ്രമാക്കുക.
എന്താണ് ജീവിതം? ആ ജീവിതം ഒരു ദിവസമാണെങ്കിൽ പോലും അതൊരു സന്തോഷമായിട്ട് വേണ്ടേ ജീവിക്കാൻ? അത് ഖുർആനിലെ സ്വർഗം പറഞ്ഞൊരു ആയത്തുണ്ട്. അതെല്ലാം പറയാൻ ഇവിടെ സമയമില്ല. എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിൽ കിടക്കണമെന്ന് അത് വളരെ ഭംഗിയായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോയി എന്ന് കൂട്ടിക്കോ, എൻ്റെ ഭാഷയിലൊരു ഉദാഹരണമാണ്. അങ്ങനെ 2-3 ദിവസമൊക്കെ അവിടെ കറങ്ങി പിടിച്ച് പോന്നു ഇവിടെ. അപ്പോൾ നിങ്ങൾക്കൊരു അനുഭവമായി. രണ്ടാമത് പോയപ്പോൾ നിങ്ങളും ഭാര്യയും കൂടിയാണ് പോയത്. ആദ്യം പോയതിനേക്കാൾ എന്ത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഭാര്യ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂന്നാമത് പോയപ്പോൾ മക്കളെയും കൊണ്ടുപോയി. അതാണ് ശരിയായ യാത്ര. നാലാമത് പോയപ്പോൾ മാതാപിതാക്കളെയും കൂടെ കൊണ്ടുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് വിവരിച്ചാൽ തീരുമോ? അതിൻ്റെ ആ ഒരു യാത്രാനുഭവ സുഖങ്ങൾ കഴിയില്ല. ഇതാകുന്നു സ്വർഗം. ഇല്ലാ മൻ സലഹ മിൻ ആബാഇഹിം, ഖുർആനിൽ വ്യക്തമാക്കിയതാണ്. അള്ളാഹു അവരുടെ നല്ലവരായ മാതാപിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും ചേർന്നിരിക്കുന്ന ഹും വഅസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ. മരിച്ചോടത്തി പോയിരുന്നു ഓത് കണ്ടോ യാസീൻ? എന്തൊരു കൗമാ നമ്മളൊക്കെ. അവരും അവരുടെ ഇണകളും ഊഞ്ഞാൽ കട്ടിലാണ്, സോഫ. സ്വർഗത്തിൽ അവർ ഒരുമിച്ചിരുന്ന് ആടുകയാണ്. അരീക്കത്തിലെ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ, സ്വർഗത്തിൻ്റെ തണലിൽ, മുത്തക്കിഊൻ, അവർ ചാരിയിരിക്കുകയാണ്. അവരുടെ ആനന്ദം വിവരിക്കാൻ കഴിയില്ല. നമ്മൾ മുഖത്തേക്ക് നോക്കിയാൽ തല്ലി പിടിക്കുന്ന കുറേ കൗമുകളും വീട്ടിൽ കൊണ്ടുവന്നാക്കണവരും ചവിട്ടണവരും ഉപദ്രവിക്കുന്നവരും. കല്യാണത്തിൻ്റെ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഖുർആനിൽ, അത് ഓതാറുണ്ട്. ഉദവ്വിജുക അലാ മാ അമറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരുന്നു, വിവാഹം. ഇംസാക്കുൻ ബി മഅറൂഫ്, ഒന്നുകിൽ മര്യാദയ്ക്ക് നന്നായി സന്തോഷത്തോടെ ആടിപ്പാടി ജീവിച്ചോളണം. ഔ തസ്രീഹും ബി ഇഹ്സാൻ, നിങ്ങൾക്കത് കഴിയില്ലേ, ഒരു പോറലും ഏൽക്കരുത്, സ്റ്റൗ ഒന്നും പൊട്ടിത്തെറിക്കരുത്, റെയിൽവേ ട്രാക്കിലെത്തരുത്, പുഴയിലും വീഴരുത്, അവളെ തിരിച്ച് എന്നെ ഏൽപ്പിക്കണം പോറലേൽക്കാതെ എന്ന് പറഞ്ഞിട്ട് വിവാഹം നടക്കണമെങ്കിൽ ഖുർആനിലല്ലാണ്ട് എവിടെയെങ്കിലും കാണുമെങ്കിൽ ഔ തസ്രീഹുൻ ബി ഇഹ്സാൻ, എന്നിട്ടാണ് സൗവജത്തുക്കാവാൻ കഴിത്തുക്ക. ഇത് പറയാൻ എന്താ വാശി? പിന്നെ അവിടെ കിടന്നു ഞങ്ങളുടെ മഹലിൽ ഞങ്ങളുടെ വൈലിയാരെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേറെ നിയമം. ശരി, അതും കൂടെ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ റമളാൻ ഐക്യത്തിൻ്റെയും ആദരവിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെ സഹാനുഭൂതികളുടെ സഹകരണത്തിൻ്റെ സഹായത്തിൻ്റെ നിമിഷങ്ങളായി സ്വീകരിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുവദിക്കുമാറാകട്ടെ.